ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ജൂൺ 1 മുതൽ 8 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം. ഉത്തരം ജൂൺ 5. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു എന്നതാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ലോക പരിസ്ഥിതി ദിനത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം സൗദി അറേബ്യ. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഐവറി കോസ്റ്റ്. 2024 സൗദി അറേബ്യ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ. 2011, 2018 വർഷങ്ങളിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ. ഉത്തരം ബീഹാറിലെ നാഗി പക്ഷിസങ്കേതം, നക്തി പക്ഷിസങ്കേതം എന്നിവയാണ് അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ റാംസർ സൈറ്റുകൾ. നിലവിൽ ഇന്ത്യയിൽ 82 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യം UK. 175 റാംസർ സൈറ്റുകളാണ് UK-യിൽ ഉള്ളത്. 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം. 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം. ഉത്തരം PV സിന്ധു. കേരളത്തിൻ്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഉത്തരം N കൃഷ്ണകുമാർ. അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം ഫിലിപ്പൈൻസ്. 5 പര്യവേഷണ യാത്രകളിലായി 1000 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം ഒലെഗ് കൊനോനെങ്കോ. റഷ്യയുടെ ഒലെഗ് കൊനോനെങ്കയാണ് 1000 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ വ്യക്തി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയായ അരങ്ങ് 24 വേദിയായത് എവിടെയാണ്? കുടുംബശ്രീ അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയായ അരങ്ങ് 24 വേദിയായത്. ഉത്തരം കാസർഗോഡ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ. ഉത്തരം BRP ഭാസ്കർ. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി MVD വികസിപ്പിച്ച ആപ്പ്. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി MVD വികസിപ്പിച്ചെടുത്ത ആപ്പ്. ഉത്തരം വിദ്യാവാഹൻ. ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാ ക്യാ എനർജി ഹേ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനമേത്? ഉത്തരം ഗെയിൽ. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ചാങ്യി 6 ഏതു രാജ്യത്തിൻ്റെ പേടകമാണ്? ഉത്തരം ചൈന. റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചാന്ദ്രദൗത്യം ആവിഷ്കരിക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന. മെയ് 3 വിക്ഷേപിച്ച ചാങ്യി 6 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലാണ് ഇറങ്ങിയത്. ലോക സമുദ്ര ദിനം എന്നാണ്? ലോക സമുദ്ര ദിനം. ഉത്തരം ജൂൺ 8. 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം പുതിയ ആഴങ്ങളെ ഉണർത്തുക. പുതിയ ആഴങ്ങളെ ഉണർത്തുക എന്നതാണ് 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം. UPI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന
ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യം ഏത്? ഉത്തരം പെറു. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ. ഉത്തരം കൊച്ചി, തിരുവനന്തപുരം. ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനം ഒന്നിലേറെ മേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രദേശത്തെയാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിലുണ്ടാവുന്ന കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ഏത്? ഉത്തരം മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവ്. 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ ഏത്? 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ. ഉത്തരം INS മൈസൂർ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകളെല്ലാം കൂടി പൊതുവായി നൽകിയ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ ലൈഫ്. ഭക്ഷ്യസുരക്ഷയ്ക്കായിട്ടുള്ള ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ ഹോളിഡേ തുടങ്ങിയ പദ്ധതികൾക്കെല്ലാം പൊതുവായി നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഉത്തരം ജൂൺ 7. 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം ഭക്ഷണ സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതാണ് 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആര്? ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ്. ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP-യാവുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP-യാവുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഉത്തരം കൊടിക്കുന്നിൽ സുരേഷ്. പൊന്നാനിയെ പ്രതിനിധാനം ചെയ്ത് 7 തവണ പാർലമെന്റിൽ എത്തിയ GM ബനാത്തുബാലിയുടെയും വടകരയിൽ നിന്ന് മത്സരിച്ച് 6 തവണ MP-യായ KP ഉണ്ണികൃഷ്ണൻ്റെയും റെക്കോർഡാണ് കൊടിക്കുന്നിൽ സുരേഷ് മറികടന്നത്. 8 തവണയായി കൊടിക്കുന്നിൽ സുരേഷ് MP-യാവുന്നത്. മാവേലിക്കര MP-യാണ് കൊടിക്കുന്നിൽ സുരേഷ്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ക്ലോഡിയ ഷെൻബോ. നോബൽ സമ്മാന ജേതാവായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ കൂടിയാണ് ക്ലോഡിയ ഷെൻബോ. തെലുങ്കാനയുടെ സംസ്ഥാനം ഏത്? തെലുങ്കാനയുടെ സംസ്ഥാനം ഹൈദരാബാദ്. ഉത്തരം ഹൈദരാബാദ്. 2014 ജൂൺ 2 തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്നത്. ഈ കരാർ പ്രകാരം 10 വർഷത്തേക്ക് ഹൈദരാബാദ് തെലുങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും പൊതു തലസ്ഥാനമായിരുന്നു. 2024 ഈ കരാർ അവസാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ഹൈദരാബാദ് തെലുങ്കാനയുടെ മാത്രം സംസ്ഥാനമായിരിക്കും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകം. ഉത്തരം സ്റ്റാർ ലൈനർ. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് പേടകം വിജയകരമായി വിക്ഷേപിച്ചത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറുമാണ് സ്റ്റാർ ലൈനറിൽ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികർ. സുനിത വില്യംസിൻ്റെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇത്. ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയാണ് സുനിത വില്യംസ്. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം. ഉത്തരം കുടുംബശ്രീ. പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് ഏത്? ഉത്തരം സിയാൽ. വിദേശത്തേക്ക് വളർത്തുമൃഗങ്ങളെ കൂടി കൊണ്ടുപോകുവാനുള്ള അനുമതിയാണ് പെറ്റ് എക്സ്പോർട്ട് അനുമതി.
ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംബാക്ക് 24 പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ INS ശിവാലിക്. വേദി അലാസ്ക. ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള നാവികാഭ്യാസമായ ജിമക്സ് 24 പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS ശിവാലിക്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗം 2025 നടന്നത് എവിടെ വെച്ചാണ്? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗം 2025 വേദി. ഉത്തരം ഇന്ത്യ. ഐസ്ലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഐസ്ലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഹല്ല തോമസ് ഡോട്ടിർ. ഐസ്ലാൻഡിന്റെ പ്രസിഡന്റാവുന്ന രണ്ടാമത്തെ വനിതയാണ് ഹല്ല തോമസ് ഡോട്ടിർ. അടുത്തിടെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച നാസയുടെ ബഹിരാകാശ ദൂരദർശിനി. ഉത്തരം ഹബിൾ ടെലസ്കോപ്പ്. 1990 ഏപ്രിൽ 24 ഹബിൾ ടെലസ്കോപ്പ് വിക്ഷേപിച്ചത്. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആര്? ഉത്തരം മേഘ മുകുന്ദൻ. 2024 ജൂണിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യമേത്? 2024 ജൂണിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യം. ഉത്തരം സ്ലോവേനിയ. 2024 മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളാണ് സ്പെയിൻ, നോർവേ, അയർലൻഡ് എന്നിവ. ലോക സൈക്കിൾ ദിനം എന്നാണ്? ലോക സൈക്കിൾ ദിനം. ഉത്തരം ജൂൺ 3. ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഏത്? ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം. ഉത്തരം ഷോമ്പൻ ഗോത്രവിഭാഗം. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ് ജിമക്സ്? ഉത്തരം ഇന്ത്യ, ജപ്പാൻ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ. ഉത്തരം നീത കെ ഗോപാൽ. 2024 ജൂണിൽ GST ഭവൻ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം റോഹ്തക്. ഹരിയാനയിലെ റോഹ്തക് എന്ന സ്ഥലത്താണ് GST ഭവൻ സ്ഥാപിക്കപ്പെട്ടത്. 18ാമത് ലോക്സഭാ ഇലക്ഷൻ 2024 ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി. ഉത്തരം ശങ്കർ ലാൽവാനി. BJP സ്ഥാനാർത്ഥിയായ ശങ്കർ ലാൽവാനി. ലോക്സഭാ മണ്ഡലം മധ്യപ്രദേശിലെ ഇൻഡോർ. 11.72 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ശങ്കർ ലാൽവാനി വിജയിച്ചത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആര്? ഉത്തരം രവീന്ദ്ര ദത്താറാം. 48 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രവീന്ദ്ര ദത്താറിന് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ബയോ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷനായ ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ 2024 വേദിയായത് എവിടെയാണ്? ഉത്തരം കാലിഫോർണിയ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേയൊരു വോട്ടർ മാത്രമുള്ള ബാനേജ് പോളിംഗ് സ്റ്റേഷൻ ഏതു സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. വോട്ടർ മഹന്ത് ഹരിദാസ് ഉദാസീൻ. 2024 കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ.